നമസ്കാരം. ഞാൻ നിത്യ മിസ്സാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആഫ്രിക്കയിലെ ആരെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്? വാണിജ്യം നടത്തുന്ന, കച്ചവടം നടത്തുന്ന ഇന്ത്യക്കാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഭൂരിഭാഗം പേരും ഗുജറാത്തികളാണ് എന്നുകൂടി നമ്മൾ പറഞ്ഞു. ബാക്കി ഭാഗം നമുക്ക് നോക്കാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് നൽകിയ ഒരു സന്ദേശത്തിൽ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ ആദ്യമായി മനസ്സിരുത്തേണ്ടത് തങ്ങളുടെ ആതിഥേയന്മാർ അവിടുത്തെ നാട്ടുകാരാണ് എന്ന കാര്യമാണ് എന്ന് ഊന്നി പറയുകയുണ്ടായി. ഇന്ത്യക്കാർ അതനുസരിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ അനുഭവം. അപ്പം എന്താണ്, ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? ആ സന്ദേശത്തിൽ പറയുന്നത് ആഫ്രിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ മനസ്സിരുത്തേണ്ടത്, അതായത് ശ്രദ്ധിക്കേണ്ടത്, അവിടെയുള്ള കാപ്പിരികള്, ആതിഥേയന്മാര് അവിടുത്തെ നാട്ടുകാരാണ് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അതായത് ആഫ്രിക്കയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ആർക്കുള്ളതാണ്? ആ കാപ്പിരികൾക്കുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിഥികളായിട്ട് ചെന്നിരിക്കുകയാണ് എന്നാണ് ഓർക്കേണ്ടത് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇപ്പോഴും ഇന്ത്യക്കാരനുസരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ അഭിപ്രായം. ആഫ്രിക്കക്കാരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ വല്ലത് ചെയ്യുകയുണ്ടായോ എന്ന് ഞാൻ കണ്ടെത്തിയ ഇന്ത്യൻ വ്യാപാരികളോടെല്ലാം പ്രത്യേകം ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ എന്തിനു ചെയ്യണം എന്നായിരുന്നു അവരുടെ എല്ലാം മറുപടി. അതെ, അവർക്ക് ആഫ്രിക്കയിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, പണം സമ്പാദിക്കുക. അതിനുവേണ്ടി എന്തു മ്ലേച്ഛകർമ്മങ്ങൾ ചെയ്യാനും എന്ത് ബലി കഴിക്കാനും അവർ മടിക്കയില്ല. അപ്പോൾ ഇങ്ങനെ അവര് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞതൊന്നും അനുസരിച്ചിട്ടില്ല എന്ന് SK പൊറ്റക്കാട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ വെച്ച് കണ്ട മിക്ക വ്യാപാരികളോടും SK പൊറ്റക്കാട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ആഫ്രിക്കക്കാർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്തിന് ചെയ്യണം എന്നായിരുന്നു എല്ലാവരുടെയും മറുപടി. അവർക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീർന്നതോടുകൂടി ഇവിടുത്തെ ഇന്ത്യക്കാരുടെ സ്ഥിതി കൂടുതൽ കുഴപ്പത്തിലായി. ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ തങ്ങളുടെ നാഷണാലിറ്റി പ്രഖ്യാപിക്കാൻ ബ്രിട്ടീഷ് പ്രജയായി ആഫ്രിക്കൻ ദേശീയത്വം സ്വീകരിക്കാനോ അതല്ല സ്വതന്ത്ര ഇന്ത്യയിലെ പൗരനായി മാറാനോ ഇഷ്ടപ്പെടുന്നതെന്ന് രേഖപ്പെടുത്താൻ റൊഡേഷ്യയും മറ്റ് ചില ആഫ്രിക്കൻ ഗവൺമെന്റുകളും നിയമപരമായി ആലോചിച്ചു വരുന്നതായി അറിയുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും എന്ന് ഞാൻ പല വർത്തക പ്രമാണിമാരോടും ചോദിക്കുകയുണ്ടായി. അപ്പം എന്താണ്, ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീർന്നതോടുകൂടി ആഫ്രിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ ഇടയിൽ അവർക്ക് ഒരു പ്രതിസന്ധി നേരിടേണ്ടതായിട്ട് വന്നു. എന്ത് പ്രതിസന്ധിയാണ്? അപ്പോൾ പല ആഫ്രിക്കൻ ഗവൺമെന്റുകളും അതേപോലെ തന്നെ അവിടെയുള്ള ബ്രിട്ടീഷ് മേധാവികളൊക്കെ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ബ്രിട്ടീഷ് പ്രജ എന്ന നിലയിൽ ആഫ്രിക്കൻ പൗരത്വം സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായതുകൊണ്ട് ഇന്ത്യൻ നാഷണാലിറ്റി സ്വീകരിക്കുകയാണോ ചെയ്യുന്നത് എന്ന് അങ്ങനെ ഒരു തീരുമാനം നിയമപരമായിട്ട് അവിടെ അങ്ങനെ ഒരു നടപടി നടപ്പിലാക്കാനായിട്ട് അവർ ആലോചിച്ച് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ പല വർത്തക പ്രമാണി എന്ന് വെച്ചാൽ വ്യാപാര മേധാവികളോട് SK പൊറ്റക്കാട് ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന്. അപ്പം അവരുടെ മറുപടി എന്ന് പറയുന്നത്, ഞങ്ങൾ വളരെ കാലമായി ഇന്നാട്ടിൽ കുടിയേറി പാർപ്പ് തുടങ്ങിയിട്ട് ഞങ്ങളുടെ ധനമെല്ലാം ഇവിടെ വേരൂന്നി കിടക്കുകയാണ്. അതെല്ലാം നഷ്ടപ്പെടുത്താനോ ഇട്ടെറിഞ്ഞു പോകാനോ സാധ്യമല്ല. നിർബന്ധം വരികയാണെങ്കിൽ ഞങ്ങൾ ആഫ്രിക്കൻ നാഷണാലിറ്റി അംഗീകരിക്കും. അപ്പോൾ അവരുടെ മറുപടി എന്ന് പറയുന്നത്, അവർ ഒരുപാട് വർഷമായി ഇവിടെ കുടിയേറി താമസിക്കുന്നു. അപ്പോൾ അവരുടെ ധനം മുഴുവൻ, അവരുടെ സമ്പത്ത് മുഴുവൻ എവിടെയാണ് കിടക്കുന്നത്? ആഫ്രിക്കയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ആഫ്രിക്ക വിട്ടു പോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നിർബന്ധം വരികയാണെങ്കിൽ അവർ ഏത് നാഷണാലിറ്റി ആയിരിക്കും? ആഫ്രിക്കൻ പൗരത്വമായിരിക്കും സ്വീകരിക്കുക എന്നതായിരുന്നു അവരുടെ മറുപടി. അതായത് സമ്പാദ്യം നിലനിർത്താൻ അവർ തങ്ങളുടെ മഹത്തായ ഇന്ത്യൻ ദേശീയത്വത്തെ പോലും വിൽക്കാൻ മടിയിൽക്കയില്ലെന്ന്. എന്നാൽ ഇന്ത്യയോടുള്ള സ്നേഹവും ബഹുമാനവും
അവസാനവും അവർ അഭിമാനം നടിച്ച് പറയുന്നത് കേട്ടാൽ നമ്മൾ മിഴിച്ചു പോകും. പരമാർത്ഥം പറഞ്ഞാൽ ഇന്ത്യയുമായി അവർ ഒടുവിലത്തെ ദേശീയ ബന്ധം എത്രയും വേഗം വേർപെടുത്തുന്നുവോ അത്രയും ഇത് ഇന്ത്യക്കാർക്ക് ഗുണകരമായിരിക്കും. വൃത്തികെട്ട ഉടുപ്പും നടപ്പും കള്ളത്തരവും കരിഞ്ചന്തയും കൊണ്ട് ഇന്ത്യൻ നാമധേയം മറുനാട്ടിൽ മലിനപ്പെടുത്തിയ കൂട്ടരാണിവർ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മുടെ എസ് കെ പൊറ്റക്കാട് പറയുന്നത്, അപ്പോൾ ഈ വർത്തക പ്രമാണികൾ പറഞ്ഞത് എന്താണ്, അങ്ങനെ നിർബന്ധം വരികയാണെങ്കിൽ അവർ ആഫ്രിക്കൻ നാഷണാലിറ്റി അല്ലെങ്കിൽ ആഫ്രിക്കൻ പൗരത്വം സ്വീകരിക്കും എന്നാണ്. അപ്പോൾ സമ്പാദ്യം നിലനിർത്താൻ വേണ്ടി അവര് എന്തുപോലും ദേശീയത്വത്തെ പോലും നമ്മുടെ മഹത്തായ ഇന്ത്യക്കാരനാണ് എന്ന ദേശീയതയെ പോലും വിൽക്കാൻ അവര് മടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എസ് കെ പൊറ്റക്കാട് പറയുന്നത് പെട്ടെന്ന് തന്നെ ഇവരുടെ ഈ ദേശീയ ബന്ധം എത്രയും പെട്ടെന്ന് വേർപെട്ടു പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഇന്ത്യക്കാരുടെ പേര് തന്നെ കളയാനായിട്ട് ജീവിക്കുന്നവരാണിത്. അവരുടെ നടപ്പും അതേപോലെ തന്നെ ഉടുപ്പും കള്ളത്തരവും കരിഞ്ചന്തയും ഒക്കെ കൊണ്ട് മറുനാട്ടിൽ ഇന്ത്യക്കാരുടെ നാമധേയം മലിനപ്പെടുത്തിയവരാണ് അവരെന്ന് ആരഭിപ്രായപ്പെടുന്നുണ്ട്, നമ്മുടെ എസ് കെ പൊറ്റക്കാട് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യൻ നേതാക്കളുടെ പ്രസംഗങ്ങളോ ഇന്ത്യയിലെ പത്രങ്ങളോ അവിടുത്തെ വെള്ളക്കാരും കാപ്പിരികളും കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല. അവർ ഇന്ത്യക്കാരെ കാണുന്നതും അവരുടെ സംസ്കാരവും സ്വഭാവവും അളക്കുന്നതും ഈ സംസ്കാര ശൂന്യരായ പണക്കൊതിയന്മാരായ ബനിയാനികളിലൂടെയാണ്. അപ്പൊ എന്താണ് ഇന്ത്യൻ നേതാക്കളുടെ പ്രസംഗം അവിടെയുള്ള ഈ കള്ളത്തരവും ആ കച്ചവടത്ത് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള എന്ത് കള്ളത്തരവും, പണത്തിന് വേണ്ടി എന്ത് കള്ളത്തരവും ചെയ്യുന്ന ആ ഇന്ത്യൻ കച്ചവടക്കാരെ മാത്രമാണ് ആഫ്രിക്കക്കാർക്ക് ഇന്ത്യക്കാരായിട്ട് അറിയുന്നത്. അവരെ ബനിയാനികൾ എന്നാണ് അവരറിയപ്പെടുന്നത്. അപ്പോൾ അല്ലാതെ ഈ ആഫ്രിക്കൻ ഇന്ത്യക്കാരല്ലാതെ ഇന്ത്യയിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ടെന്നും നല്ല നേതാക്കന്മാരുണ്ടെന്നും അവരുടെ പ്രസംഗങ്ങളൊന്നും ആരും അറിയുന്നില്ല. അവിടെയുള്ളവരാരും അറിയുന്നില്ല, കാപ്പിരികളും അറിയുന്നില്ല, അതേപോലെ തന്നെ അവിടെയുള്ള വെള്ളക്കാരും അറിയുന്നില്ല. അവരുടെയൊക്കെ കണ്ണില് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാല് ഈ സംസ്കാരമില്ലാത്ത അല്ലെങ്കിൽ സ്വഭാവം സംസ്കാര ശൂന്യരായ പണക്കൊതിയന്മാരായ ഈ ബനിയാനികളാണ്. ഈയിടെ ആഫ്രിക്കയിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു ഇംഗ്ലീഷ് നിഘണ്ടുവിൽ ബനിയ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം കണ്ട് ഞാൻ ചിരിച്ചുപോയി. ബനിയ ആൻ ആഫ്രിക്കൻ ഹെദൻ, ഇന്ത്യയിലെ ഒരു നീചവർഗം എന്നാണ് ബനിയ എന്ന വാക്കിന് ഇംഗ്ലീഷ് നിഘണ്ടുവിൽ ഈ അടുത്ത് എന്ന് പറയുന്നത് ഇപ്പോഴല്ല, കാപ്പിരികളുടെ നാട്ടിൽ എന്ന കൃതി എഴുതിയ ആ കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു ഇംഗ്ലീഷ് നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ബനിയ എന്നതിന് ഇന്ത്യയിൽ ഒരു നീചവർഗം എന്നാണ്. അതായത് അത്രത്തോളം ആഫ്രിക്കക്കാരും അതേപോലെ തന്നെ വെള്ളക്കാരും ഒക്കെ ആരെ വെറുക്കുന്നുണ്ട്, ഈ ബനിയാനി എന്ന ഈ അവിടെയുള്ള ഇന്ത്യൻ കച്ചവടക്കാരെ വെറുക്കുന്നുണ്ട്. വെള്ളക്കാരൻ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്കെതിരായി ചെയ്യുന്ന പ്രചാരവേലയുടെ ഒരു ഉദാഹരണമാണ് ഈ പുതിയ നിർവചനം. ആഫ്രിക്കയുടെ രക്തം വലിച്ചു കുടിക്കുന്ന ബ്രിട്ടീഷ് സിംഹത്തിന്റെ കൂടെ ഒരു ബനിയാനി കുറുക്കന്മാരെ പൊറുപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ എന്താണ്, ഈ നിഘണ്ടു ഇറക്കിയിരിക്കുന്നത് ആരാണ്? വെള്ളക്കാരാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ആഫ്രിക്കയുടെ രക്തം വലിച്ചു കുടിക്കുന്ന ബ്രിട്ടീഷ് സിംഹത്തിന്റെ കൂടെ ഒരു ബനിയാനി കുറുക്കന്മാരെ പൊറുപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥം ആഫ്രിക്ക തന്നെ മുഴുവനായിട്ട് കീഴടക്കി വെച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ ബ്രിട്ടീഷുകാരാണ്. അതാണ് ആഫ്രിക്കയുടെ രക്തം വലിച്ചു കുടിക്കുന്ന ബ്രിട്ടീഷ് സിംഹം എന്ന് പറയുന്നത്. അതിൽ കൂടെ ആഫ്രിക്കക്കാരെ കുറേ കൂടി ചൂഷണം ചെയ്യുന്നവരാണ് ആര്? ഈ ബനിയാനി കുറുക്കന്മാരെന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലെ കച്ചവടക്കാര്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് ആരെ വെച്ച് പൊറുപ്പിക്കാനായിട്ട്, ഈ ഇന്ത്യക്കാരായ കച്ചവടക്കാരെ വെച്ച് പൊറുപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. രണ്ടാം മഹാലോക യുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ നിന്ന് ആയിരക്കണക്കിന് വെള്ളക്കാർ ഉപജീവനത്തിന് വേണ്ടി ആഫ്രിക്കൻ രാജ്യങ്ങളെ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഇവരിൽ അധികവും കയ്യിൽ വലിയ മൂലധനമോ വലിയ പഠിപ്പോ ഇല്ലാത്ത താഴ്ന്ന തരക്കാരാണ്. ഇവർക്ക് ഇവിടെ പുതിയൊരു കച്ചവടം തുടങ്ങാനോ മറ്റ് സാധാരണ ജോലികളിൽ പ്രവേശിക്കാനോ ഇന്ത്യക്കാരൻ്റെ ഇവിടുത്തെ പഴക്കവും മിടുക്കും തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ വെള്ളക്കാർ മുറവിളി കൂട്ടുകയുണ്ടായി, ഇന്ത്യക്കാർ കടന്നു പോകണം. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ നിന്ന് ഒരുപാട് വെള്ളക്കാര്, അധികം വിദ്യാഭ്യാസമോ അതേപോലെ തന്നെ അധികം മൂലധനം ഒന്നുമില്ലാത്ത ഒരുപാട്
ബ്രിട്ടീഷുകാര് വെള്ളക്കാര് തന്നെ എവിടേക്ക് ചേക്കേറിയിട്ടുണ്ട്? നമ്മുടെ ആഫ്രിക്കയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അവർക്ക് സാധാരണ ജോലിയിൽ പ്രവേശിക്കാനോ അതേപോലെ തന്നെ കച്ചവടം തുടങ്ങാനൊന്നും ആരാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്? ഇന്ത്യക്കാരായ ഈ കച്ചവടക്കാരാണ് തടസ്സക്കാരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാരുടെ അവിടുത്തെ ഇന്ത്യക്കാരനായ കച്ചവടക്കാരന്റെ പഴക്കവും മിടുക്കും ഒക്കെ ഈ വെള്ളക്കാർക്ക് അവിടെ ഒരു കച്ചവടം തുടങ്ങാനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളക്കാര് അവിടെ മുറവിളി കൂട്ടുകയുണ്ടായി. എന്താണ്? ഇന്ത്യക്കാര് കടന്നു പോകണം. നോയൽ മങ്ക്സ് എന്ന് പേരായ ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തെക്കേ ആഫ്രിക്കയിലും കിഴക്കേ ആഫ്രിക്കയിലും ഒരു പര്യടനം നടത്തുകയുണ്ടായി. ലണ്ടനിൽ മടങ്ങിയെത്തിയ ശേഷം ആ വെള്ളക്കാരൻ ആഫ്രിക്കയിലെ സ്ഥിതിഗതികളെ കുറിച്ച് കുറെ ലേഖനങ്ങൾ എഴുതിവിട്ടു. ആഫ്രിക്കയിൽ വെള്ളക്കാരന്റെ അധീനതയിലുള്ള സകല ഇംഗ്ലീഷ് പത്രങ്ങളും മങ്ക്സിന്റെ ലേഖനങ്ങൾക്ക് വലിയ പ്രാമാണ്യം നൽകി. ആപത്തിനെ സൂക്ഷിക്കുക എന്നെല്ലാം സ്വന്തം പത്രാധിപ കുറിപ്പുകളും ചേർത്ത് പകർത്തിവിടുകയുണ്ടായി. എന്തായിരുന്നുവെന്നോ ഈ മങ്ക്സിന്റെ കണ്ടുപിടുത്തം? ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിപത്ത് ഇന്ത്യക്കാരാണെന്ന്. അപ്പോ ഇനി പറയുന്നത് ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ പേര് നോയൽ മങ്ക്സ് എന്നാണ്. അദ്ദേഹം ഒരു പ്രസിദ്ധീകരണത്തിൽ കുറെ ലേഖനങ്ങൾ എഴുതിവിട്ടു. ആ ലേഖനത്തിന്റെ രത്ന ചുരുക്കം അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് ആഫ്രിക്കക്കാര് വലിയൊരു വിപത്തിലാണ്. ആരാണ് ഈ വിപത്ത്? ആ ആപത്തിന് ആഫ്രിക്കക്കാര് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആഫ്രിക്കക്കാരില് അവിടുത്തെ വിപത്ത് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും ആപത്ത് ഇന്ത്യക്കാരാണ്. അപ്പൊ ഇന്ത്യക്കാരെ സൂക്ഷിക്കാനാണ് ഈ നോയൽ മങ്ക്സ് പറഞ്ഞത്. ഇന്ത്യൻ ഇൻവെൻഷൻ ഈസ് ആഫ്രിക്കാസ് ബിഗ് പ്രോബ്ലം. ഇന്ത്യക്കാരുടെ ആക്രമണമാണ് ആഫ്രിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന വലിയ തലക്കെട്ടും കൊടുത്തിട്ടാണ് മൊംബാസ ടൈംസ് മങ്ക്സിന്റെ ലേഖനം ചേർത്തത്. ആ ലേഖനത്തിലെ ചില ഭാഗങ്ങൾ ഇവിടെ പരിഭാഷപ്പെടുത്താം. കാർ മാർഗമായി മധ്യ ആഫ്രിക്കയിലും കിഴക്കൻ ആഫ്രിക്കയിലും 6000 മൈൽ സഞ്ചരിച്ച എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ചുരുക്കി പറഞ്ഞാൽ, ദക്ഷിണാഫ്രിക്ക യൂണിയൻ അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു നൂറ്റാണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഏഷ്യക്കാരുടെ കുടിയേർപ്പ് ഉടൻ തടഞ്ഞിട്ടില്ലെങ്കിൽ ആഫ്രിക്കക്കാർക്ക് മടക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ വരും. ആഫ്രിക്ക ഇന്ത്യക്കാരെ പിടിച്ചടക്കും. അപ്പൊ എന്താണ് നമ്മുടെ മങ്ക്സ് പറഞ്ഞത്? ഇന്ത്യക്കാരുടെ ആക്രമണമാണ് ആഫ്രിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ ബ്രിട്ടീഷ് കോളനിയാണ് ആഫ്രിക്ക. ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർക്ക് ഭരണം വേണ്ട എന്ന് വെക്കുന്ന സമയത്ത് ഈ ആഫ്രിക്ക ആർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതെയാവും? ഈ കാപ്പിരികൾക്ക്, ആഫ്രിക്കക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതെയാവും. കാരണം ആഫ്രിക്ക മുഴുവൻ ആര് പിടിച്ചടക്കും? നമ്മുടെ ഇന്ത്യക്കാരെ പിടിച്ചടക്കും എന്നാണ് മങ്ക്സ് പറയുന്നത്. ദക്ഷിണാഫ്രിക്ക യൂണിയന് പുറത്ത് ദക്ഷിണ റൊഡേഷ്യ മാത്രമാണ് ഈ ഇന്ത്യൻ ആക്രമണം കർശനമായി തടയാൻ നടപടികൾ എടുത്തിരിക്കുന്നത്. വടക്കൻ റൊഡേഷ്യയ്ക്കും ഈ ആപത്ത് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ദക്ഷിണ റൊഡേഷ്യയെ പോലെ ഒരു സ്വതന്ത്ര രാജ്യമല്ലാത്തതുകൊണ്ട് അവർക്കതിനെ ശക്തിയോടെ എതിർക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ദക്ഷിണ റൊഡേഷ്യ മാത്രമാണ് ആഫ്രിക്കയിലെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവര് മാത്രം ഈ ഇന്ത്യക്കാര് അവിടേക്ക് ആവശ്യമില്ലാതെ പ്രവേശിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് ദക്ഷിണ റൊഡേഷ്യയെ പോലെ ദക്ഷിണ റൊഡേഷ്യ തടഞ്ഞിട്ടുണ്ട്. വടക്കൻ റൊഡേഷ്യക്ക് ഈ ആപത്തൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും അവര് ഒരു സ്വതന്ത്ര രാജ്യമല്ലാത്തതുകൊണ്ട് അവർക്കത് തടയാനായിട്ട് സാധിച്ചിട്ടില്ല. നാസാലാൻഡ്, തങ്കാനിക്ക, കെനിയ എന്നിവിടങ്ങളിൽ ഇന്ത്യക്കാര് ഭക്ഷണം, പണം, നിലങ്ങൾ ഇവ മാത്രമല്ല സിവിൽ സർവീസുകളും കൂടി കയ്യേറി പിടിച്ചിരിക്കുന്നു. തങ്കാനിക്കയിലെ സിവിൽ സർവീസിൽ നിന്ന് ഇന്ത്യക്കാരെല്ലാം പുറത്താക്കുകയാണെങ്കിൽ ഭരണം താറുമാറായി പോകുമെന്നും പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നാസാലാൻഡ് അതേപോലെ തന്നെ തങ്കാനിക്ക, കെനിയ എന്നിവിടങ്ങളിലൊക്കെ ഇന്ത്യക്കാര് കച്ചവടം അതേപോലെ തന്നെ നിലങ്ങളൊന്നും മാത്രമല്ല കയ്യേറി പിടിച്ചിട്ടുള്ളത്, സിവിൽ സർവീസ് പോലും പിടിച്ചിട്ടുണ്ട്. ഈ സിവിൽ സർവീസിൽ നിന്നായി ഇന്ത്യക്കാരെയൊക്കെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഭരണം പോലും അവിടുത്തെ താറുമാറാവും. അതുകൊണ്ട് അവര് ഇന്ത്യക്കാര് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളായിട്ട് അവിടെ മാറിയിരിക്കുകയാണ്.
ബേയ മുതൽക്ക് ദാരസലാം വരെയുള്ള തങ്കാനിക്കയിലെ സ്ഥലങ്ങളാണ്. ബേയ മുതൽക്ക് ദാരസലാം വരെയുള്ള എല്ലാ തപാൽ ഓഫീസുകളിലെയും പോസ്റ്റ്മാൻമാർ ഇന്ത്യക്കാരാണ്. തപാൽ ഓഫീസുകളിലെ ക്ലർക്കുമാരും ഇന്ത്യക്കാർ തന്നെ. ബേയയിലെ പോസ്റ്റ് മാസ്റ്റർ എന്നോട് പറഞ്ഞത് അയാൾക്ക് 21 സന്താനങ്ങളുണ്ടെന്നും മൂത്ത മകനെ ഇക്കൊല്ലം ഓക്സ്ഫോർഡ് സർവകലാശാലയിലേക്ക് അയക്കാൻ പോകുന്നുണ്ടെന്നുമാണ്. അപ്പൊ എന്താണ്, സിവിൽ സർവീസിലും ഇന്ത്യക്കാരുടെ സാന്നിധ്യമുണ്ട്. അതേപോലെ തന്നെ ഒട്ടുമിക്ക തപാൽ ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർമാരും ആര് തന്നെയാണ്, ഇന്ത്യക്കാർ തന്നെയാണ്. അതേപോലെ തന്നെ ക്ലർക്കുകളും ആര് തന്നെയാണ്, ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പൊ ഇന്ത്യക്കാര് ആഫ്രിക്കയിലെ ഒട്ടുമിക്ക ഉദ്യോഗ സ്ഥാനങ്ങളും കയ്യേറി പിടിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിൽ ഇന്ത്യക്ക് സിദ്ധിച്ച പുതിയ പദവി കിഴക്കൻ ആഫ്രിക്കൻ ഗവൺമെന്റുകൾക്ക് ഒരു വമ്പിച്ച കുടുക്കു മസാല ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. കിഴക്കൻ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ എണ്ണം 2,50,000 വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ കിഴക്കൻ ആഫ്രിക്കയിൽ ഇന്ത്യക്കാരുടെ എണ്ണം വളരെയധികം അതിക്രമിച്ചിട്ടുണ്ട്. 2,50,000 വരെ അവിടെ അവര് എത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ഈ കടുത്ത കയ്യേറ്റത്തെക്കുറിച്ച് സകല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ആക്ഷേപിക്കുന്നത് കേൾക്കാം. പക്ഷേ ഇവരെങ്ങനെ സംഖ്യാതീതമായി സംക്രമിക്കുന്നുവെന്നതിനെപ്പറ്റി അവർക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നില്ല. ഉദ്യോഗാർത്ഥിയായ ഒരു ബ്രിട്ടീഷ് തൊഴിലാളി ആഫ്രിക്കയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഇന്ത്യക്കാർ കെനിയയിലും ടങ്കാനിക്കയിലും കടന്നുകൂടി കളയുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ കൈയൊഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യക്കാർ ദ്രുതഗതിയിൽ ബ്രിട്ടീഷ് കോളനികളെ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്, ഒരു ഉദ്യോഗാർത്ഥിയായ ഒരു ബ്രിട്ടീഷ് തൊഴിലാളിക്ക് ബ്രിട്ടൻകാരുടെ കോളനിയാണ് എന്ത്, ആഫ്രിക്ക. എന്നിട്ട് പോലും ഒരു ബ്രിട്ടീഷ് തൊഴിലാളിക്ക് ആഫ്രിക്കയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഇന്ത്യക്കാര് കെനിയയിലും ടങ്കാനിക്കയിലും ഒക്കെ കടന്നുകൂടുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇപ്പൊ അവർ ഇന്ത്യയിൽ നിന്ന് പോയി. ഇപ്പോ ഇന്ത്യക്കാര് ബ്രിട്ടീഷ് കോളനികളൊക്കെ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. കൊഗ്വായിലെ വമ്പിച്ച നിലക്കടല കൃഷി പ്രസ്ഥാനത്തിന്റെ നായകനായ മിസ്റ്റർ സ്ട്രാച്ചിക്ക് പോലും ഇന്ത്യക്കാരെ കൂടാതെ കാര്യങ്ങൾ നടത്താൻ സാധിക്കാതെ വന്നിരിക്കുന്നു. അപ്പോൾ ഒട്ടുമിക്ക വ്യക്തികൾക്കും ആരുടെ ആശ്രയം വേണം, ആഫ്രിക്കയിൽ ഒട്ടുമിക്ക വമ്പിച്ച അല്ലെങ്കിൽ ഉയർന്ന മുതലാളിമാർക്കും ഇന്ത്യക്കാരുടെ സേവനമില്ലാതെ മുന്നോട്ട് പോവാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. അവിടുത്തെ പോസ്റ്റ് ഓഫീസ് നടത്തുന്നത് ഇന്ത്യക്കാരാണ്. അവിടെ ഒരേ ഒരു സ്റ്റോർ ഉള്ളതും ഇന്ത്യക്കാരൻ്റേത് തന്നെ. അപ്പോൾ അവിടെയുള്ള പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ അവിടെ കച്ചവടം നടത്തുന്നതൊക്കെ ആര് തന്നെയാണ്, ഇന്ത്യക്കാർ തന്നെയാണ്. എത്ര വമ്പിച്ച തോതിലാണ് ഇന്ത്യക്കാരിങ്ങനെ ബ്രിട്ടീഷ് കോളനികൾ കയ്യേറിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെയെല്ലാം ഒന്ന് ചെന്ന് കാണുക തന്നെ വേണം. നാസാലാൻഡിലെ തലസ്ഥാനമായ ബ്ലാൻടയറിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളും വമ്പിച്ച സ്വത്തുക്കളും ഇന്ത്യക്കാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിലെയും സ്ഥിതി ഇത് തന്നെ. ടങ്കാനിക്കയിലെ ദാരസലാമിനെ ചെറിയ ഇന്ത്യ എന്നാണ് വിളിച്ചു വരുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ ബ്രിട്ടീഷ് കോളനിയായ ആഫ്രിക്ക ഇന്ത്യക്കാർ പെട്ടെന്ന് തന്നെ കൈയടക്കുന്നത് കാണണമെങ്കിൽ അവിടെ തന്നെ ഒന്ന് ചെന്ന് കാണണം. കെനിയയുടെ തലസ്ഥാനമായ ബ്ലാൻടയറിലെ നല്ല സ്ഥലങ്ങൾ മുഴുവൻ ആരുടെ കയ്യിലാണ്, നല്ല സ്ഥലങ്ങളും സ്വത്തുക്കളൊക്കെ ഇന്ത്യക്കാരുടെ കയ്യിലാണ്. അതേപോലെ തന്നെ കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിലെയും സ്ഥിതി ഇത് തന്നെയാണ്. അതേപോലെ തന്നെ ടങ്കാനിക്കയിലെ ദാരസലാമിന് ചെറിയ ഇന്ത്യ എന്നാണ് ആളുകളെ വിളിച്ചു വരുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ആപത്ത് സിംഹങ്ങളും ടെസ്റ്റസ് ഈച്ചകളും ഒന്നുമല്ല, ഇന്ത്യക്കാരാണ് എന്നൊരു പ്രചാരവേല നടത്താൻ ഈ മങ്സിനെ പോലെയുള്ള അനേകം വെള്ളദൂതന്മാർ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. വെള്ളക്കാരന്റെ കടുത്ത ആഫ്രിക്കൻ ചൂഷണത്തിന് കുറഞ്ഞൊന്ന് വിലങ്ങടിച്ചു നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. നാട്ടുകാരായ കാപ്പിരികളെ 4 ദശാബ്ദങ്ങൾക്കിപ്പുറം നാവനക്കാതിരിക്കത്തക്കവണ്ണം നടുക്കി കളഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്കാരോട് ഈ വിദ്യ പറ്റുകയില്ല. അപ്പൊ എന്താണ്, ആഫ്രിക്കക്കാരിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് അവിടെയുള്ള സിംഹങ്ങളോ അല്ലെങ്കിൽ
ടെസ്റ്റസ് ഈച്ചകളൊന്നുമല്ല, ഇന്ത്യക്കാരാണ് എന്നാണ് ഇപ്പോൾ ആര് പ്രചരിപ്പിക്കുന്നത്? ഈ വെള്ളക്കാർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള കാരണം എന്താണ്? ആഫ്രിക്കക്കാരെ മുഴുവനായിട്ട് പിഴിയാനാണ് അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനാണ് ആര് വരുന്നത്? ബ്രിട്ടീഷുകാർ വരുന്നത്. പക്ഷെ ആ ബ്രിട്ടീഷുകാരുടെ ഈ പ്രവൃത്തിക്ക് കുറച്ചെങ്കിലും വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. ആഫ്രിക്കക്കാർക്ക് യാതൊന്നും അങ്ങോട്ട് ചോദിക്കാൻ നാവനക്കാൻ പറ്റാത്ത വിധത്തില് ചൂഷണം ചെയ്യുമ്പോൾ ഇന്ത്യക്കാരോട് അങ്ങനെയൊന്നും ആർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല? ബ്രിട്ടീഷുകാർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ആഫ്രിക്കയിൽ തങ്ങൾക്ക് നീണ്ടു വലിയണമെങ്കിൽ ആദ്യം ഇന്ത്യക്കാരെ തുരത്തിക്കളയണമെന്നാണ് വെള്ളക്കാർ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അത് പ്രായോഗികമായി തീരുന്നില്ല. ഗവൺമെന്റ് ജോലികളിൽ കുറഞ്ഞ ശമ്പളത്തിന് വെള്ളത്തൊലിയെ കിട്ടുകയില്ല. കാപ്പിരികൾക്ക് അതിന് തക്ക വിദ്യാഭ്യാസവുമില്ല. നാട്ടുകാരുടെ ഇടയിൽ ചുരുക്കം ചില അഭ്യസ്തവിദ്യരുണ്ടെങ്കിലും ഗവൺമെന്റിന് അവരെ വിശ്വാസമില്ല. വിശേഷിച്ചും പണമിടപാടുകളിലുള്ള വകുപ്പുകളിൽ പണം മുന്നിൽ കാണുമ്പോൾ അത് ഗവൺമെന്റിൻ്റെയല്ല, പടച്ചവൻ്റെതാണെങ്കിൽ തന്നെയായാലും വേണ്ടില്ല, അതെടുത്തൊരു കളി കളിക്കാനുള്ള കാപ്പിരിയുടെ ജന്മവാസന കുപ്രസിദ്ധമാണ്. ഭവിഷ്യത്തിനെ കുറിച്ച് അവൻ ചിന്തിക്കുകയില്ല. അങ്ങനെ ആഫ്രിക്കൻ ഭരണകൂടങ്ങളിലെ നട്ടുകളും ബോൾട്ടുകളുമായി ഇന്ത്യക്കാരായി തീർന്നു. അപ്പോൾ എന്താണ്? അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യക്കാരെ ഓടിപ്പിക്കണം. തങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്ക് ആഫ്രിക്കക്കാരെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യണമെങ്കിൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെ എങ്ങനെയെങ്കിലും ഓടിപ്പിക്കണം എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ആഫ്രിക്കയുടെ വിപത്താണ് ഇന്ത്യക്കാരെന്നൊക്കെ ഈ വെള്ളക്കാർ പറഞ്ഞ് പരത്തുന്നത്. പക്ഷേ അവർക്കത് എളുപ്പത്തിൽ പ്രായോഗികവുമല്ല. കാരണം ഗവൺമെന്റ് ജോലികളൊക്കെ ചെറിയ ശമ്പളമുള്ള, തുച്ഛമായ ശമ്പളമുള്ള ഗവൺമെന്റ് ജോലികളിലൊന്നും ആര് വരില്ല? ബ്രിട്ടീഷുകാരെ കിട്ടില്ല. അവർ ചെറിയ ശമ്പളത്തിനൊന്നും ജോലി ചെയ്യില്ല. കാപ്പിരികളെ നിയമിക്കുക എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസവും ഇല്ല. അഥവാ ചിലരൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരുണ്ടെങ്കിൽ പോലും അവരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പണമിടപാടുകളുള്ള വകുപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരാരുടെ പണമായാലും, ഗവൺമെന്റിൻ്റെ അല്ല, ആരുടെ പണമായാലും അവർ മോഷ്ടിക്കും. മോഷ്ടിക്കാനുള്ള ജന്മവാസന അത് കാപ്പിരികൾക്കുള്ളതാണ്. ആ ഒരു ഭവിഷ്യത്തിനെ കുറിച്ചും അവർ ചിന്തിക്കില്ല. അപ്പോൾ ഈ ആഫ്രിക്കൻ ഭരണകൂടങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യേണ്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ആരായിട്ട് മാറിയിരിക്കുകയാണ്? ഇന്ത്യക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ബ്രിട്ടീഷുകാരെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ കിട്ടില്ല. കാപ്പിരികൾക്ക് വിദ്യാഭ്യാസമില്ല, ഉണ്ടെങ്കിൽ പോലും അവർക്ക് മോഷണ സ്വഭാവമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ നിയമിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് മുഴുവനായിട്ട് ഇന്ത്യക്കാരെ ഒഴിവാക്കാനും വെള്ളക്കാർക്ക് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ ഓടിപ്പിക്കാനും സാധിക്കില്ല. അതെല്ലാം അഴിച്ചിളക്കുന്ന പക്ഷം ഭരണകൂടം തകർന്നു പോകുമെന്ന് നമ്മുടെ മങ്സ് പറഞ്ഞത് വാസ്തവമാണ്. എന്നാൽ ഇതിനൊരു പോംവഴി നിർദ്ദേശിക്കാൻ ആർക്കും കഴിയുന്നില്ല താനും. അപ്പോൾ ഈ അവിടെയുള്ള ഇന്ത്യക്കാരെ മുഴുവനായിട്ട് ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ആ ആഫ്രിക്കൻ ഭരണകൂടം തന്നെ തകർന്നു പോകുമെന്ന് മങ്സ് പറഞ്ഞത് വാസ്തവം തന്നെയാണ്, സത്യം തന്നെയാണ്. പക്ഷെ അതിനൊരു പോംവഴി നിർദ്ദേശിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.